ഹലോ വ്യൂവേഴ്സ്, അപ്പം ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു UG അഡ്മിഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എക്സാമാണ് CUET എക്സാം അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അല്ലേ. അപ്പം ഈ വർഷങ്ങളിൽ CUET എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല ആരംഭിക്കുന്ന കോഴ്സാണ് CUET പ്രോഗ്രാം 2024. അപ്പം ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ എന്നാണ്. രജിസ്ട്രേഷൻ നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഓഗസ്റ്റ് 1 മുതലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ് എന്നാണ് തുടങ്ങുന്നത്, ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. അപ്പം ആ ഒരു വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ CUET പ്രോഗ്രാമിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുക. അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ CUET പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും ക്വയറീസും മിക്ക സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. യെസ്, അപ്പോൾ ഈ ഒരു CUET പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം നമുക്ക് നോക്കാം അല്ലേ. യെസ്, അപ്പോൾ അതിനായി നമുക്ക് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ brilliantpala.org സൈറ്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ brilliantpala.org നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ അപ്പോൾ ഒരുപാട് ബ്രില്യൻ ടെസ്റ്റ് സീരീസ്, ലോങ് ടൈം, BS1 സ്ക്രീനിങ് ടെസ്റ്റ്, ക്ലാസ് 8 to ക്ലാസ് 12 ട്യൂഷൻ, അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു സൈറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വേറെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ആ ഓപ്ഷൻസ്. അപ്പോൾ അതിനകത്ത് കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സസിനകത്ത് നമ്മുടെ ഏതൊക്കെ കോഴ്സാണ് നമുക്ക് ഈ ഒരു ബ്രില്യൻറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പം ഇതിനകത്ത് തന്നെ കുറച്ച് ഓപ്ഷൻസ് വേറെ ഉണ്ട്. ക്ലാസ് റൂം, ഓൺലൈൻ ടെസ്റ്റ് സീരീസ്, ട്യൂഷൻ, സ്ക്രീനിങ് ടെസ്റ്റ്, BSO എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു CUET പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് നേരെ പോകേണ്ടത് ഈ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനകത്ത് ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പം ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ തന്നെ CUET കിടപ്പുണ്ട്. CUET, ക്രാഷ്, റിപ്പീറ്റേഴ്സ്, ലോങ് ടൈം എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ടത് CUET ആണ്. അപ്പം ഈ ഒരു ഓൺലൈൻ എടുക്കുമ്പോൾ തന്നെ ഇവിടെ CUET 2023 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പം അതുവഴി കയറി നമുക്കിവിടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വേറൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ബ്രില്യൻ CUET പ്രോഗ്രാം 2024. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ്. അപ്പം ഈ ഒരു കോഴ്സ് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CUET റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഈ ഒരു CUET പ്രോഗ്രാമിൻ്റെ കോഴ്സ് ബ്രോഷറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ബ്രോഷർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ബ്രോഷറിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു CUET പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ബ്രോഷറിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോഷർ. അപ്പോൾ അതിനകത്ത് അഡ്മിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോഗ്രാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിന് തന്നെ ഏറ്റവും കോഴ്സ് ബ്രോഷറിന് തൊട്ട് താഴെ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേറെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. ടാർഗറ്റ് ഗ്രൂപ്പ്, ക്ലാസ് 12 സ്റ്റഡിയിങ് ഓർ കംപ്ലീറ്റഡ്, അതുപോലെ തന്നെ ഡ്യൂറേഷനും പ്രോഗ്രാം ഏതാണ്. പ്രോഗ്രാം ഓൺലൈൻ ഉള്ളിയാണ്, ഓൺലൈനായിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിഷൻ ടൈം, അഡ്മിഷൻ സ്റ്റാർട്ട്സ് ഓൺ ഓഗസ്റ്റ് 1, അതായത് നാളെ മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, ഈ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ്. അതായത് ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ബ്രില്യൻറ്റിൽ തന്നെ വേറൊരു പ്രോഗ്രാമിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ സെയിം സ്റ്റുഡൻറ്റ് IDയും അതുപോലെ തന്നെ പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് ഈ ഒരു CUET പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രില്യൻറ്റിൽ വരുന്നതും ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്, സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റുഡൻറ്റ് ID പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
യെസ്, അതിനകത്ത് നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അതുപോലെ തന്നെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ. യെസ്, അപ്പം നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CUT പ്രോഗ്രാം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു CUT പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു +1 കംപ്ലീറ്റഡ്, അതുപോലെ തന്നെ ഈ ഒരു +2 കംപ്ലീറ്റഡ്, ഈ രണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോയാലും നിങ്ങൾക്ക് ഈ ഒരു CUT പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. യെസ്, ഇത്തരം ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, അപ്പം നമ്മൾ ആ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പം നിങ്ങൾ ഏത് നമ്പർ വെച്ചാണോ നിങ്ങളിവിടെ ഈ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് ആ ഒരു നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ. യെസ്, നമുക്ക് ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, അപ്പം നമ്മൾ ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലേക്കാണ് വന്നത്. അതായത് നമുക്കിവിടെ ഒരു സ്റ്റുഡൻറ്റ് ID ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേരും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് IDയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മളെ ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് ID ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്, അപ്പം നമ്മുടെ ഈ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൈ കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു മൈ കോഴ്സസിനകത്ത് നമുക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഏറ്റവും താഴെ ആയിട്ട് CUT പ്രോഗ്രാം 2024 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡ്യൂറേഷൻ 1 ഇയർ, അഡ്മിഷൻ ടൈം, കമൻസിങ് ഓൺ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങളൊരു ആദ്യമായിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു ബ്രില്യൻറ്റ് പാലായിൽ ആദ്യമായിട്ടാണ് നിങ്ങളൊരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് ID ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ന്യൂ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഈ ഒരു ന്യൂ കോഴ്സസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ CUT പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ CUT പ്രോഗ്രാമിലേക്കുള്ള എൻറോൾ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു CUT പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം CUT പ്രോഗ്രാം 2024, അതുപോലെ തന്നെ CUT പ്രോഗ്രാം സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ വ്യൂ പ്രോസ്പെക്ടസ്, അതായത് നിങ്ങളുടെ ബ്രോഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. അവിടെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് സെലക്ട് സെൻറ്റർ, അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെലക്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്, അതായത് ഓഫ്ലൈൻ അല്ല. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനായിട്ട് മാത്രം പഠിക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പം ഈ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. അപ്പം ആ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ താഴെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഫീ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ചാർജസ്, ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞ് ഇത്ര രൂപയാണ് കോഴ്സ് ഫീ, അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ആണ്. സെൻറ്റർ ഓൺലൈൻ കൊടുത്തു, അതുപോലെ തന്നെ പ്രിഫേർഡ് ബാച്ച് കൊടുത്തു. ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മറ്റൊരു കാര്യമാണ് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്, സെലക്ട് സ്ട്രീം. നിങ്ങൾ ഏത് സ്ട്രീമിലാണ് പഠിക്കുന്നതെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ CBSE കൊടുക്കാം. എൻ്റർ ക്ലാസ് 10 ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഇയർ ഓഫ് പാസിംഗ്, സെലക്ട് സ്റ്റാറ്റസ്, കംപ്ലീറ്റഡ് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പം നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർഡ് ഫോർ ആക്ടിവേറ്റിംഗ് ദ അഡ്മിഷൻ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലാസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിയുക. അത് കഴിഞ്ഞ് കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. യെസ്, അവിടെ അപ്പം നമ്മുടെ പ്രൊഫൈലിൽ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത്
നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, കോഴ്സ് പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മളെ പ്രൊഫൈൽ പിക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം ഫസ്റ്റ് ചെയ്യാം. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ID കാർഡ്, ഫോട്ടോഗ്രാഫ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ഹെഡ് സൈസ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഫ്രെയിം സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഇത്രയെല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞ് ഇവിടെ എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അവിടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു ഫോട്ടോ JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ 300 KB താഴെ ആയിരിക്കണമെന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാം. യെസ്, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ്. നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ ജെൻഡർ, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദർ ഓർ ഗാർഡിയൻസ് ഇമെയിൽ ID, മദേഴ്സ് നെയിം, മദേഴ്സ് ഇമെയിൽ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കോൺടാക്റ്റ്, ക്ലാസ് സ്റ്റഡിങ് ഓർ കംപ്ലീറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ആധാർ നമ്പർ, ഫാദേഴ്സ് ഫോൺ, ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, മദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ. ക്ലാസ് സ്റ്റഡിങ്, അപ്പം ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം ഏത് ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +1 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ +1 കംപ്ലീറ്റഡ് കൊടുക്കാം, അല്ലെങ്കിൽ +2 കംപ്ലീറ്റഡ് കൊടുക്കാം, അല്ലെങ്കിൽ CUT പ്രോഗ്രാം കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം CUT പ്രോഗ്രാം ആണെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഏത് സ്ട്രീമിലാണ് അതും കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, സ്കൂളിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, ഹൗസ് ഓർ അപ്പാർട്ട്മെൻറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, പിൻകോഡ്, ഗാർഡിയൻസ് നെയിം, പ്ലേസ് ഓർ സ്ട്രീറ്റ്, കൺട്രി ഇന്ത്യ, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തു കഴിയുമ്പോൾ തൊട്ട് താഴെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തതെല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അത്രയും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പം നമുക്ക് വേറൊരു മെസ്സേജ് വന്നു. പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വൺ കോഴ്സ് പേയ്മെൻ്റ് ആണ്. നമ്മുടെ ഈ കോഴ്സിലേക്കുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും എമൗണ്ട് ആണ് എനിക്ക് കോഴ്സ് ഫീ ആയിട്ട് വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ ചാർജസ്, ട്യൂഷൻ ഫീ ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് 2 രീതിയിൽ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. പേ ഓൺലൈൻ, അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ. ഇപ്പോൾ 2 രീതിയിലും പേയ്മെൻറ്റ് നടത്താം. പേ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഈ ഒരു എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പേ ഓൺലൈനാണ് കൊടുക്കുന്നത്. പേ ഓൺലൈൻ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവാം. യെസ്, അപ്പം റീഫണ്ട് പോളിസി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. UPI വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഓൺലൈനായിട്ട്. അപ്പം ഫീസ് വരുന്നത് ഇത്രയും എമൗണ്ട് ആണ്. അപ്പം നമുക്കിത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ കാർഡ് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പം നമുക്കിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു UPI ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തോ, എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വഴിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വഴിയോ നിങ്ങൾക്കൊരു കൺഫർമേഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു CUT പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു CUT പ്രോഗ്രാമിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സംശയമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് കാണുക. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ, റിലേറ്റീവ്സിനായിക്കോട്ടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് CUT പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് അവരെയും കൂടെ ഒന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയും രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഇവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.